ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPI നേതാക്കൾ ഒന്നിനു പിറകെ ഒന്ന് ആയിക്കൊണ്ടിരിക്കുന്നതും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതിസ്ഥാനത്തായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടും താരതമ്യം ചെയ്തിരിക്കുകയാണ് കത്തോലിക്ക മുഖപത്രമായ സത്യദീപം. അധികാരമുള്ളവർ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അംഗീകരിക്കാത്തതിൻ്റെ ദുരന്തങ്ങളാണ് ശബരിമലയിലും സമാനമായി അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടിലും കണ്ടതെന്നാണ് ഫാദർ പോൾ തേലക്കാട് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ദേവസ്വം ബോർഡിലെ അധികാരികൾ സ്വർണം ചെമ്പാണെന്ന് പറയുന്നു. ഭൂമി വിറ്റ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറേ വൈദികരും മെത്രാന്മാരും ചേർന്ന് പറയുന്നു സ്വർണം ചെമ്പാണ്. ശരിയും തെറ്റും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ പറയുന്നു. സ്വർണം ചെമ്പാകുമ്പോൾ എന്ന ലേഖനത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അങ്കമാലിയിലെ ഭൂമി കുംഭകോണവും അധികാരവർഗത്തിൻ്റെ അഴിമതിയാണെന്നും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും തുറന്നടിച്ചിരിക്കുന്നത്. അധികാരവർഗത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചുള്ള നിർവചനങ്ങൾ മാറണം. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് ആർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടം പോലെ സംഭാവന നൽകാം. നിങ്ങൾ അഴിമതി എന്ന് പറയുന്നതിന് ഞങ്ങൾ നിയമമാക്കുന്നു. ഏത് സ്വർണവും ചിലർ ചെമ്പാക്കുമെന്നാണ് തേലക്കാടിൻ്റെ ലേഖനം. വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പശുമാംസവുമായി പോകുന്നവനെ കൊല്ലുന്നത് സുകൃതമാണ്. അങ്ങനെ ചെയ്യുന്നവർ സംരക്ഷിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അതാ വിധത്തിൽ കുറ്റകരമല്ലാതെ മാറ്റിമറിക്കപ്പെടും. എന്താണ് ക്രിമിനൽ കുറ്റം നിശ്ചയിക്കുന്നത്? ഒരു പൊതുബോധത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ്. അതിന് പേരുകൾ മാറി മാറി വരും. 2025 ഓഗസ്റ്റിൽ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നു. SI തന്നെ കേസെടുത്ത് വളരെ ഗൗരവമായ കുറ്റങ്ങൾ ചുമത്തി. അവർ ആ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അവിടുത്തെ പൊതുബോധമാണ് വ്യക്തമാക്കിയത് അവർ കുറ്റം ചെയ്തു എന്ന്. അങ്ങനെ ആ കന്യാസ്ത്രീകൾ കുറ്റക്കാരെ എന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സ്വർണം ചെമ്പാക്കുന്ന അധികാരി വർഗമാണ് സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിരിക്കുന്നതെന്നും ഫാദർ പോൾ തേലക്കാട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അങ്കമാലിയിലെ ഭൂമി ഇടപാടും. അതുതന്നെയാണ് ഫാദർ പോൾ തേലക്കാട് വളരെ വ്യക്തമായി സത്യദീപത്തിൽ തൻ്റെ ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നത്.